എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ വിതരണത്തിൽ വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നീല വെള്ള റേഷൻ കാർഡുള്ളവർ ഒക്ടോബർ മാസം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം കുറച്ചു. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരുന്നത് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതൽ 7 മണി വരെ നിലവിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ തുടരുന്നതാണ്. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. റേഷൻ കടയിൽ പോകുന്ന ആളുകൾ 9 മണിക്ക് ശേഷം പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനു മുമ്പ് റേഷൻ കട ഇനി തുറക്കില്ല. ശനിയാഴ്ച മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടരുകയാണ്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം വളരെ കുറവ് സാധനങ്ങളാണുള്ളത്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ആളുകളെല്ലാം അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട രേഖ തദ്ദേശ സ്ഥാപന സെക്രട്ടറി അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന BPL ലിസ്റ്റിന് അർഹനാണ് എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ 20-ാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക. അതിനു മുമ്പിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും സാക്ഷ്യപത്രം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ വീട് സന്ദർശിച്ചതിന് ശേഷം ആ ഒരു BPL ലിസ്റ്റ് നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോജനപ്പെടും അത്. അപ്പോൾ എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ്, 1 ഏക്കറിലധികം ഭൂമിയില്ല, 25,000 രൂപയ്ക്ക് മുകളിലുള്ള മാസ വരുമാനമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനമില്ല, സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്കും BPL റേഷൻ കാർഡിന് അർഹതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 20-ാം തീയതി വരെ മാത്രമേ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, റേഷൻ കടയിലൂടെ നീല വെള്ള റേഷൻ കാർഡിന് വളരെ തുച്ഛമായിട്ടുള്ള വിഹിതങ്ങളാണ്. അതായത് നീല റേഷൻ കാർഡിന് നേരത്തെ സ്പെഷ്യൽ അരി ഒക്കെ ഉണ്ടായിരുന്നു. ഓണായതുകൊണ്ട് 10 കിലോ അരി എന്ന് പിന്നീടുള്ള 2 മാസവും ആ സ്പെഷ്യൽ അരി ഇല്ല. 2 കിലോ അരി മാത്രമാണ് ഓരോ വ്യക്തിക്കും നീല റേഷൻ കാർഡിന് ലഭിക്കുക 4 രൂപ നിരക്കിൽ. വെള്ള റേഷൻ കാർഡിൽ ആകെ 2 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് കൂടുതൽ വിഹിതങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ കൂടി കൈപ്പറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ 13 ഇനം ലഭിക്കുന്നതിൽ 3 ഇനത്തിന്റെ വില ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് 20 രൂപയും തുവരപ്പരിപ്പിനും ചെറുപയറിനും 5 രൂപ വീതവും കുറച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പച്ചരിക്ക് 29 രൂപ, മട്ടരി, കുറുവരി, ജയരി 33 രൂപ നിരക്കിൽ 8 കിലോയും ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ 20 കിലോ അധിക അരി 25 രൂപ നിരക്കിൽ ഓണത്തിന് വിതരണം ചെയ്തതുപോലെ വിതരണം ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നീല വെള്ള റേഷൻ കാർഡുകളും എല്ലാ റേഷൻ കാർഡുള്ളവരും ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.